ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് ഫോർ മിൽക്ക് സിൻഡ്രോം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഫോർ മിൽക്ക് സിൻഡ്രോം എന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല. ബട്ട് ഞാൻ ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. കൂടുതലും ന്യൂ ബോൺ ഉള്ള വീടുകളിലാണ് ഈ ഒരു പ്രശ്നം നമ്മൾ കണ്ടുവരുന്നതും. അപ്പോൾ അമ്മമാർ ഒ പിയിൽ വരുമ്പോൾ പറയുന്നുണ്ട്, നമ്മൾ കുഞ്ഞിന് പാല് കൊടുത്തിട്ട് വെയിറ്റ് കൂടുന്നില്ല, 1 മണിക്കൂർ അല്ലെങ്കിൽ കുറേ മണിക്കൂറോളം ഇരുന്ന് ഞാൻ പാല് കൊടുക്കുന്നുണ്ട്, എന്നിട്ടും കുഞ്ഞിന് വയറ് വീർക്കുന്നില്ല, കരച്ചിലാണ്, നിലവിട്ട് നന്നായിട്ട് വേദനിക്കുന്ന രീതിയിൽ കരയുന്നുണ്ട്, പാല് കുടിക്കുന്നുമുണ്ട്, പക്ഷേ വെയിറ്റും കൂടുന്നില്ല. ഈ ഒരു കൺസേൺ, ഇതിനെ നമ്മൾ ഫോർ മിൽക്ക് സിൻഡ്രോം എന്ന് വിളിക്കാം. കാരണം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോഴുള്ള പൊസിഷനാണ്. അത് പല അമ്മമാരും ഇപ്പോഴും കൊടുക്കുന്നത് തെറ്റായ ഒരു രീതിയിലാണ്. അങ്ങനെ നമ്മൾ പാല് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കറക്റ്റായിട്ട് പാല് കിട്ടണം എന്നില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ പാല് കൊടുക്കുന്ന ടൈമിങ്ങും. അപ്പോൾ കുഞ്ഞ് നല്ല ഉറക്കമായിരിക്കും, മാത്രമല്ല നമ്മളവിടെ വിളിച്ചുണർത്തണ്ട, ഡിസ്റ്റർബ് ചെയ്യണ്ട എന്നൊരു ഇതിലും ചില പാരൻസ് ഉണ്ടാവും, ഉറങ്ങിക്കോട്ടെ. പക്ഷേ നമ്മുടെ ന്യൂ ബോൺസൊക്കെ ആകുമ്പോൾ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, 2 to 3 hours ഉള്ളിൽ നെക്സ്റ്റ് ഫീഡ് നമ്മൾ ചെയ്തിരിക്കണം. ഈവൻ രാത്രി ആണെങ്കിൽ നമ്മൾ അലാം വെച്ച് എണീറ്റ് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. മൂന്നാമത്, നമുക്കറിയാം നമ്മുടെ അമ്മമാരിൽ പാല് കിട്ടുന്നത് 2 രീതിയിലുള്ള പാലുണ്ട് അല്ലേ? ഫോർ മിൽക്കും ഹൈൻഡ് മിൽക്കും ഉണ്ട്. അപ്പോൾ ഈ ഫോർ മിൽക്കും ഹൈൻഡ് മിൽക്കിൻ്റെ ഡിഫറൻസ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചിലവർ പറയുന്നുണ്ട്, ഞാൻ ഒരു 5 മിനിറ്റ് ഒരു ബ്രസ്റ്റിൽ നിന്ന് കൊടുക്കും, പിന്നെ അടുത്ത ബ്രസ്റ്റിൽ നിന്ന് 5 minutes കൊടുക്കും. അത് അങ്ങനെ മാറി മാറി ഞാൻ കൊടുക്കുന്നുണ്ട്, 2 ബ്രസ്റ്റിൽ നിന്നും കൊടുക്കുന്നുണ്ട്, പക്ഷേ കുഞ്ഞിന് വയറ് വീർക്കുന്നില്ല, കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ ചെയ്യുന്നതും തെറ്റാണ്. കാരണം നമ്മളുടെ ഫോർ മിൽക്ക് ഹൈൻഡ് മിൽക്ക് എന്ന് പറയുന്നത്, ഫോർ മിൽക്ക് എന്ന് പറയുന്നത് അതിൽ ഉള്ളി ലാക്ടോസ് കണ്ടൻസ് മാത്രമാണുള്ളത്, പിന്നെ വാട്ടറി കണ്ടൻറ്റും. അപ്പോൾ ഇത് കുഞ്ഞുങ്ങളിൽ വെയിറ്റ് ഗെയിൻ കൂടാനോ അല്ലെങ്കിൽ അവരുടെ വിശപ്പ് മാറാനോ ഉള്ള ചാൻസസ് വളരെ കുറവാണ്. നമ്മൾ ഹൈൻഡ് മിൽക്ക് കൊടുത്താൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റ് ഗെയിൻ വരികയും മാത്രമല്ല ഈ പറയുന്ന പോലെ വൈറ്റമിൻസ്, മിനറൽസ്, ബാക്കിയുള്ള പ്രോട്ടീൻസും കാര്യങ്ങളെല്ലാം കുഞ്ഞിൻ്റെ ദേഹത്ത് കിട്ടുകയും കുഞ്ഞിന് നല്ല രീതിയിലുള്ള നമ്മൾ നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ നല്ല പുഷ്ടിയായിട്ട് ഇരിക്കുന്നു എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹൈൻഡ് മിൽക്ക് തന്നെ കൊടുക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ഈ പൊസിഷനിങ് കാര്യം. നമുക്ക് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ഒക്കെ ആവുന്ന അമ്മമാർക്കറിയാം, ഞാൻ റൗണ്ട്സിന് പോകുമ്പം ലാച്ച് പൊസിഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലാച്ച് പൊസിഷൻ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ എങ്ങനെ പിടിച്ച് പാല് കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറയും കുഞ്ഞ് നന്നായിട്ട് സക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് സൗണ്ട് കേൾക്കാം എന്നുള്ള, സക്ക് ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ അമ്മമാരെന്താ വിചാരിക്കുക, കുഞ്ഞുങ്ങൾ നന്നായിട്ട് പാല് വലിച്ചു കുടിക്കുന്നുണ്ട്. പക്ഷേ അത് നിപ്പിൾ സക്കിങ് ആണെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിപ്പിൾ സക്ക് ചെയ്യുമ്പോൾ വേറൊരു ബുദ്ധിമുട്ട് അമ്മമാർക്ക് ഉണ്ടാവുന്നത്, നിപ്പിൾ ക്രാക്ക് സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. നിപ്പിൾ ക്രാക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പെയിൻഫുൾ ആയിരിക്കും. പിന്നെ അത് മാറിയതിന് ശേഷം മാത്രമേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. കാരണം എന്ന് പറയുന്നത് അതിൽ തന്നെ നിപ്പിൾ തന്നെ സക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിപ്പിൾ പൊട്ടാനും ബ്ലീഡിങ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ബ്ലീഡ് ആവുന്ന സമയത്ത് കുഞ്ഞ് വീണ്ടും ആ പാല് തന്നെ കുടിക്കുമ്പോൾ ബ്ലഡ് സ്ട്രെയിൻസ് കുഞ്ഞിൻ്റെ വായ്ക്കുള്ളിൽ പോകാനും വൊമിറ്റിംഗ് ടെൻഡൻസി കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. സോ നമ്മൾ ഈ ലാച്ച് പൊസിഷൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കൊടുക്കുമ്പോൾ നിപ്പിളല്ല ആദ്യമേ വെച്ച് കൊടുക്കണം. നമുക്കറിയാം ന്യൂ ബോൺസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഈ സക്കിങ് സ്വോളോയിങ് ഒക്കെ അവർ പഠിച്ചു വരുന്നതാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ തെറ്റായ ഒരു പൊസിഷനാണ് അവർക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ കൊടുക്കുന്നതെങ്കിൽ അത് കുഞ്ഞുങ്ങൾ ആ രീതിയിലായിരിക്കും അവർ വീണ്ടും വീണ്ടും കുടിക്കുന്നത്. അത് അമ്മമാർ ചിലപ്പോൾ ഭയങ്കര പെയിൻഫുൾ ആണെങ്കിലും അത് സഹിച്ചിരിക്കുന്നവരും ഉണ്ട്. പക്ഷേ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത് അങ്ങനെ സഹിച്ചിരുന്ന് കൊടുക്കേണ്ട ഒരു ഫിനോമിനൻ അല്ല. നമ്മൾ കാമായിട്ട് റിലാക്സ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മെയിൻലി പറയേണ്ടതും ഈ പൊസിഷൻ തന്നെയാണ്. നമ്മൾ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഏരിയോള കംപ്ലീറ്റ്ലി വായിലുള്ളിൽ, കുഞ്ഞിൻ്റെ വായ്ക്കുള്ളിൽ വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അത് ആദ്യമേ തന്നെ നമ്മൾ ട്രൈ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ഈ ഹൈൻഡ് മിൽക്ക് കിട്ടത്തുള്ളൂ, കട്ടിയുള്ള പാല് കിട്ടത്തുള്ളൂ. മാത്രമല്ല ഈ ഒരു ബ്രസ്റ്റിൽ നിന്ന് ഒരു 5 മിനിറ്റ്, പിന്നെ അടുത്ത ബ്രസ്റ്റിൽ നിന്ന് 5 മിനിറ്റ് അങ്ങനെ മാറി മാറി കൊടുക്കുന്നവരുണ്ടെങ്കിൽ അതും നമുക്ക് തെറ്റായ ഒരു പ്രവണതയാണ്. നമ്മൾ ഫസ്റ്റ് ബ്രസ്റ്റ് കൊടുക്കുമ്പോൾ ഒരു 20 minutes കണ്ടിന്യൂസ് കുഞ്ഞിന് ഒരു ബ്രസ്റ്റ് തന്നെ കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. ആ ബ്രസ്റ്റ് എംപ്റ്റി ആയതിന് ശേഷം മാത്രം നെക്സ്റ്റ് ബ്രസ്റ്റിന് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്.
ആവശ്യമാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ക്രാക്കൊക്കെ വരുന്ന സമയത്ത് ഈ പെയിൻഫുൾ എടുത്തിരുന്ന് കുഞ്ഞുങ്ങൾക്ക് ആ ക്രാക്ക്, നിപ്പിൾ ക്രാക്കിലൂടെ പാല് കൊടുക്കരുത്. അത് നിപ്പ് കെയർ അങ്ങനത്തെ എന്തെങ്കിലും ഓയിൻമെൻറ്റ് ഇട്ട് കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്ന സമയം നമ്മളത് ക്ലീൻ ഔട്ട് ചെയ്തിട്ട് വേണം ബ്രസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും. അത് നമ്മൾ നിപ്പ് കെയർ ഇടുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ആ മുറിവ് ഉണങ്ങിയാൽ മാത്രമേ അമ്മയ്ക്ക് പെയിൻഫുൾ ഇല്ലാണ്ടിരിക്കത്തുള്ളൂ. സോ ഈ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. കാരണം എല്ലാവർക്കുമുള്ള കൺസേൺ ആണ് കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കൂടുന്നില്ല, അപ്പോൾ കുഞ്ഞുങ്ങൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നു, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പം ഇവിടെയുള്ള ഡിസ്ചാർജ് ചെയ്യുന്ന അമ്മമാർക്കറിയാം ഞാനൊരു ബേബി മസാജിങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കൂടുതലും എന്താണ്, കുഞ്ഞുങ്ങൾക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ജെൻറ്റിലായിട്ടുള്ളൊരു മസാജാണ് ഇത്. നമ്മൾ കുഞ്ഞുങ്ങൾ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. നമുക്കത് ചെയ്ത് കൊടുക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ കുഞ്ഞുങ്ങളൊന്ന് ഉണരാനും കുറച്ചുകൂടി പാല് നന്നായിട്ട് വലിച്ചു കുടിക്കാനുമുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ വേറൊരു ടിപ്പെന്ന് പറയുന്നത്, ഇപ്പോൾ അത് ചെയ്തിട്ടും നമ്മളിപ്പോൾ തുണി, ഇപ്പോൾ നനഞ്ഞ തുണി ഒന്ന് കുഞ്ഞിന് തുടച്ചെടുത്തിട്ടും കുഞ്ഞുങ്ങൾ ഉറക്കം മാറുന്നില്ല, ഉറക്കമാണ് എങ്കിൽ, കുഞ്ഞുങ്ങളൊരു 5 മിനിറ്റ് മാത്രമേ ഉണർന്നിരിക്കുന്നു ഉള്ളൂ എങ്കിൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അമ്മമാർ കുറച്ച് മിൽക്ക്, ഒരു 2-3 മിനിറ്റ് ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് വെക്കുക, പിഴിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ സഖ്യിപ്പിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, ആദ്യം നമ്മുടെ ബ്രസ്റ്റിൽ നിന്ന് വരുന്നത് 4 മിൽക്കാണ്. സോ ആ ഒരു 2-3 മിനിറ്റ്സ് വരുന്ന 4 മിൽക്ക്, കട്ടി കുറഞ്ഞ പാല് നമ്മൾ പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം കട്ടിയുള്ള പാല്, ഹൈൻഡ് മിൽക്ക്, നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സഖ്യിപ്പിക്കാനായിട്ട് കൊടുക്കാം. അതുവഴി കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ കൂടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഈ ഉറങ്ങിപ്പോകുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഈ സഖ്യ ചെയ്യുന്ന സമയം അവർ കുടിക്കുന്നത് ഏത് മിൽക്ക്, ഹൈൻഡ് മിൽക്കാണ്. അപ്പോൾ ഈ 4 മിൽക്ക് പിഴിഞ്ഞെടുക്കുന്നത് നമ്മൾ കളയേണ്ടത് ആവശ്യമില്ല. നമുക്കത് പിന്നീട് കുഞ്ഞുങ്ങൾക്ക് ഗോകർണത്തിലോ ചെറിയ സ്പൂണിലോ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫീഡിംഗ് ബോട്ടിൽ യൂസ് ചെയ്യരുത്. ഫീഡിംഗ് ബോട്ടിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഗെയിൻ ബ്രസ്റ്റിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഡയറക്റ്റ് സക്കിങ് ചെയ്യാനായിട്ട് മടിക്കുകയും ഉണ്ടാവും. സോ അത് നമ്മൾ ഒഴിവാക്കുക. കഴിവതും ഗോകർണം തന്നെ, ഇപ്പോൾ സിലിക്കോണിൻ്റെ ഗോകർണമൊക്കെ നമുക്ക് മാർക്കറ്റിംഗ് അവൈലബിൾ ആണ്. സോ അങ്ങനത്തെ ഗോകർണത്തിൽ നമ്മൾ കൊടുക്കാം. ഈ പിഴിഞ്ഞെടുത്ത് വയ്ക്കുന്ന, എക്സ്പ്രസ് ചെയ്ത് വയ്ക്കുന്ന ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് 4 അവേഴ്സ് വരെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ഹെൽത്തി ആയിട്ട് നല്ല രീതിയിലുള്ള വെയിറ്റ് ഗെയിനോടുകൂടി കുഞ്ഞുങ്ങൾ വളർന്നു വരും. താങ്ക് യു.